എത്ര വട്ടം അവന്റെ കൂടെ കിടന്നു? പറ. ഈ പസലിന്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? ഭർത്താവ് എവിടെയെങ്കിലും കിടന്ന് കഷ്ടപ്പെട്ട് ആ പൈസ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാനും ഭാര്യ നാട്ടില് വേറെ അവിഹിതം ഉണ്ടാക്കി ആ പൈസ മൊത്തം കാമുകന് കൊടുത്ത് അവന്റെ കൂടെ പോയി കണ്ട ലോഡ്ജിലും അവിടെ ഇവിടെയും കൂടെ നിരങ്ങാനും. ഭാര്യ മാത്രമല്ല, ഇതേ പരിപാടി ചെയ്യുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. പക്ഷേ ഇപ്പൊ ഇവിടെ ഭാര്യ എന്ന് ഞാൻ പറയേണ്ടി വരുന്നത്, കേൾക്കുന്ന ന്യൂസൊക്കെ അല്ലെങ്കിൽ പുറത്തു വരുന്ന ന്യൂസൊക്കെ ഭാര്യമാര് ഒളിച്ചോടിപ്പോയി അല്ലെങ്കിൽ കണ്ടവന്മാരുടെ കൂടെ പോയി എന്നുള്ള കാര്യമായതുകൊണ്ടാണ് ഭാര്യ എന്ന കാര്യം എടുത്തു പറഞ്ഞത്. നിങ്ങൾക്ക് അയാളുടെ കൂടെ ജീവിക്കണ്ട അല്ലെങ്കിൽ അയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ മാന്യമായിട്ട് ഡിവോഴ്സ് മേടിച്ചിട്ട് നിങ്ങൾ ആരുടെ കൂടെ വേണേലും ഇറങ്ങിപ്പോ. ഇത് തന്നെയാണ് ബാക്കി ഷഹാലയുടെ കാര്യം വന്നപ്പോഴും പറഞ്ഞത്. നിങ്ങൾ ഡിവോഴ്സ് മേടിച്ചിട്ട് ഇറങ്ങിപ്പോ. ഇത് ഭർത്താവ് വേണം, ഭർത്താവിന്റെ പൈസ വേണം, അപ്പുറത്ത് കാമുകനും വേണം, അവന്റെ കൂടെ പോവുകയും വേണം എന്ന് പറയുന്നതിന് ചെറ്റത്തരം എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ആ വീഡിയോ വോയിസ് ഞാനൊന്ന് കേൾക്കാം. അതിനു മുമ്പ് എല്ലാവരും ഒന്ന് സബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ഈ പെണ്ണാണ്, ഞാൻ ആണാണ്. രണ്ട് വ്യത്യാസമുണ്ട്. നാളെ എനിക്ക് കാരണം എല്ലാ തെറ്റും ചെയ്ത് കണ്ട് നാളെ എനിക്ക് ഓന്റെ കൂട്ട് പിടിച്ചു കണ്ട് ഓന്റെ വീട്ടിൽ ഞാൻ പ്രശ്നമാക്കും. അപ്പൊ ഓന്റെ കൂട്ട് പിടിച്ചു കണ്ട് എന്റെ അമ്മന്റെ നമ്പർ വരെ ഒക്കെ അയച്ചു കൊടുത്താ എനിക്കത് ചെയ്യാണ്ടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓന്റെ വാപ്പക്ക് എന്റെ വോയിസ് അയച്ചിട്ട് പറഞ്ഞ് ഓന്റെ വാപ്പ പറഞ്ഞാണ് എന്നോട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പറയിപ്പിക്കണാണ് എല്ലാം. അപ്പൊ അതിന്റെ ഒരു തെളിവായിട്ടാണ്. പറഞ്ഞോ വയനാട് എന്താ സംഭവം? പറയടി. ഈ 3 ദിവസം ഹർത്താൽ തലേദിവസം തൃശ്ശൂര് പോയിരുന്നു. അത് ആര് റൂമാണ്? ലോഡ്ജ് ആയിരുന്നത്. ഫസലിന്റെ കൂടെ തൃശ്ശൂർ ഉണ്ടായിരുന്നു. അത് ആര്? ഇത് നോക്കണ്ട. എല്ലാം എന്നെ കൂടെ തത്ത ഉറപ്പിങ്ങനെ പറയും. ഇത് നോക്കിയൊന്നും കാര്യമില്ല. ഇത് ചെയ്ത് തെറ്റാണ്. അത് ലോഡ്ജ് ആയിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും വീടായിരുന്നു? ലോഡ്ജ് ആണോ? പക്ഷെ ലോഡ്ജിനെ മാറില്ല കണ്ടിട്ട്. ഡബിൾ കട്ടിലാന്ന് ഈ ഫോട്ടോ എനിക്ക് കാണിച്ചപ്പോ മനസ്സിലായി. ഓനിക്ക് എങ്ങനെ അവിടെ ഇത് കിട്ടിയേ? ഓനെ അതിന്റെ മുമ്പ് വർക്ക് ചെയ്തിന് അവിടെ? എന്നോട് എന്താ പറഞ്ഞ അവിടെ ഇറങ്ങാനോ? കാരണം ആദ്യം ഇയാണ് എത്തിയത് അവിടെ അല്ലേ? ആദ്യം ഇയാണ് അവിടെ എത്തിയത്. ഓ രാവിലെ വന്നതാണ് വണ്ടി ഇട്ടിട്ട്. പറയേ. ആ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോ എടുത്താൽ മോനുണ്ടായിരുന്നോ? കള്ളം പറഞ്ഞ സ്വഭാവം മാറും. ഉണ്ടായിരുന്നോ? ഇല്ലേ? പറ കുട്ടിയെ, ഉണ്ടായിരുന്നോ? കുട്ടിയല്ല ചട്ടി. ഇവർക്ക് ഗൾഫിനെ വീഡിയോ കോൾ ചെയ്തു. അപ്പൊ ഇവള് റെയിൽവേ സ്റ്റേഷനില് ഹർത്താൽ കഴിഞ്ഞില്ലയോ? അപ്പൊ ആരുമില്ല. തൊട്ടടുത്ത് കാമുകനാ. ആലോചിച്ചതിന്റെ അവസ്ഥ എനിക്കറിയാം. ഞാൻ അവിടെ വന്നിട്ട് പച്ചത്തെറി പറഞ്ഞു. ഞാൻ പണിയിലാണ്. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തോ നെഗറ്റീവ് ഉണ്ട്. ഞാൻ റൂം റെഡിയാക്കണ്ടായിരുന്നു. ഞാന് റൂം റെഡിയാക്കട്ടാ. എനിക്ക് എന്തോ നെഗറ്റീവ് അടിച്ചിരുന്നു. റൂം റെഡിയാക്കി എന്റെ ചെല്ലിയുടെ ബുക്ക് ചെയ്യും. ഓൻ ഇവിടെ രാവിലെ വന്നിട്ട് ഓന്റെ കൂടെ പോവുകയും ചെയ്യും. എന്തിനാ? അതിനെ കൊണ്ട് തന്നെ മാറ്റി കിട്ടി. ഓള് എവിടെയൊക്കെ പോകാൻ നോക്കട്ടെ വെച്ചിട്ട്. ഓള് ഞാൻ വിചാരിച്ച പെരിന്തൽമണ്ണ ആയിരിക്കും. പക്ഷെ ഓള് നേരെ തൃശ്ശൂര് പോയി. അതിന്റെ 2 ദിവസം മുമ്പ് ഓള് ലോഡ്ജില് നിന്നീനു. പെരിന്തൽമണ്ണ ലോഡ്ജിലായിരുന്നോ? പെരിന്തൽമണ്ണ ആയിരുന്നോ? ഓക്കെ ഓക്കെ. അല്ല അഞ്ചില്ല. അഞ്ച് പറഞ്ഞോ? പറഞ്ഞോ. പിന്നെ നാളെ എത്തുള്ളൂ എന്നുള്ളത് അതിന്റെ ടൈമും കാര്യങ്ങളും ഇന്ന് ഇറങ്ങുന്ന ടൈം ആവാൻ വേണ്ടി വെച്ചിട്ടില്ലേ? മക്കളൊക്കെ പുറത്തും വേണ്ടി അതിൽ എഴുതി വെക്കണം. ഓമിച്ച് പറഞ്ഞാലും വേണം എന്തായാലും പോകാന്ന് പറഞ്ഞിട്ട് എഴുതി കൂടെ ചോദിക്കും. ടൈം പറയും. 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി എഴുതി വെച്ച് എന്തെങ്കിലും എടുക്കാറുണ്ടെങ്കിൽ എടുത്തോ. ഞാൻ നിന്നില്ലേ കാർ നോക്കിയേ. 1 മണിക്കൂർ അന്നെ എപ്പോഴാണ് എത്തുന്നത് കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാനെന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു വരും. ഓക്കെ.
അല്ല എനിക്ക് പൈസ കിട്ടാൻ തന്നെ വിടൂല മോളെ. അത് നിന്റെ ബാപ്പ എന്റെ ഉമ്മ അറിഞ്ഞാലും ഞാൻ പൈസ കിട്ടാണ്ട് ഞാൻ വിടൂല. അന്നെ തല്ലാതെ കൊല്ലാനും നിൽക്കൂല. നേരത്തെ തല്ലിയത് ഓന്റെ വർത്താനം കൊണ്ടാണ്. അയ്യ കേട്ടല്ലോ, ഓന്റെ വൈഫ് പറയാണ് എന്റെ അക്കാക്ക് ഓളെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കെന്താ പ്രശ്നം. നല്ല ഭാര്യ. ഞാൻ താണ്ട എനിക്കൊരു പ്രശ്നം ചെയ്താ ഊട്ടിയാൻ കൊടുക്കുന്ന കല്ലാണ്. ഓ എനിക്കെന്താ, ഞാനാ കൊടുക്കും, എന്താ വെച്ചാ കട്ടിക്കോ. ഓക്കെ, എന്റെ ആരെയും ഞാന് എന്നെ കള്ളവടി വെക്കാൻ പറ്റുന്നോ? എന്റെ ആരെയും ഞാൻ ആരെയും അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം പെണ്ണും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് എന്നെ ഇങ്ങനെ കീപ്പായിട്ട് കൊണ്ടെടുക്കുന്നതാണ്. എന്റെ ആരെയും ഞാന്. അപ്പൊ അതൊക്കെ വിട്ട് നഷ്ടം എനിക്ക് തന്നെയാണ്. എനിക്കിപ്പോ സമാധാനം ഉണ്ട്. ഇനിയെങ്കിലും എനിക്ക് അവിടെ പോകുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാനോ. എന്നെ ഇങ്ങനെ 24 മണിക്കൂർ ഓൺലൈനിൽ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് ജയിക്കണം, എനിക്ക് ആ പൈസ വാങ്ങണം. അല്ലെങ്കിൽ ഞാൻ ഓന്റെ ഇടയിലും പൊട്ടനായിരിക്കും, ഫസലിന്റെ ഇടയിലും പൊട്ടനായി പോകും. ഇനി ഓൻ തീറ്റി പോയിട്ട് തന്നെ ഒരാളെ അണ്ടറിൽ നിൽക്കും. അത് കല്യാണം കഴിയട്ടെ, കിളവനാവട്ടെ, ആരാവട്ടെ, അതൊക്കെ നോക്കൂ. അത് ഓളും കൊടുക്കേണ്ടി കൊടുത്താലും ഒക്കെ നോക്കൂ. അത് കൊടുക്കുന്നുണ്ടല്ലോ, അത് നോക്കാതെ നോക്കരുത്. നീ പണിയെടുത്ത് നിനക്ക് അതിന്ന് കിട്ടുന്ന കാശ് നീ കാമുകന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒന്നും പറയാനില്ല. ഇത് ഭർത്താവ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഒരു നാണോ മാനോ ഉളുപ്പില്ലാതെ കാമുകന് കൊണ്ട് കൊടുക്കുന്നു. പാരട്ട. നിനക്ക് ശരിക്കും ഭർത്താവ് എന്ന് പറയുന്നത് ഒരു ATM-ഉം കാമുകൻ എന്ന് പറയുന്നത് കൂടെ കിടക്കാനുള്ള, ഞാൻ പറയുന്നില്ല, മാന്യത. കാമുകനാണെങ്കിൽ ഭാര്യയുള്ള വേറൊരുത്തൻ. ഈ വ്യക്തി ഈ കാമുകന്റെ ഭാര്യയുടെ അടുത്ത് പോയപ്പോ ഭാര്യ പറയുവാ, ആ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ നിനക്ക് എന്തുവാ കുഴപ്പമെന്നുള്ളത്. പോയി പിച്ചെടുക്കടി പിശാശേ. സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിന്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ആ പൊക്കോട്ടെ. എനിക്ക് തോന്നുന്നത് എന്താന്നറിയോ, ഇവളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടായിരിക്കും ആ നാറിയുടെ ഭാര്യക്ക് ചെലവിന് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ അവൾക്ക് പ്രശ്നമൊന്നും തോന്നത്തില്ല. ഇതിനും പറഞ്ഞതല്ലേ. അവർക്ക് അന്ന് തെളിവുകളൊന്നും കിട്ടിയില്ല. അതെന്തായാലും അവിടെ പ്രശ്നമാണ്. ഇതുവരെ ഓരോ വൈഫിനോട് പഴയ നുണകളും പറഞ്ഞിട്ട് പക്ഷെ വൈഫ് സമ്മതത്തോടെ, കാരണം അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ വേറെ ഒരു പെണ്ണിലൂടെ. ഇപ്പൊ ഞാനും എന്റെ വിദ്യാഭ്യാസം വേറൊരു പെണ്ണിന് കൂടെ കാണാൻ ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാൻ വേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ചിലപ്പോ അതായിരിക്കാം. പറയണേ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് അറിഞ്ഞു ഞാൻ ആ ഒരു സത്യത്തിന് മുകളിൽ ഞാൻ കുട്ടറെ വിശ്വസിക്കുന്നത്. കുട്ടറിനോട് നുണ പറയുന്നില്ല ഉള്ളത്. ഇപ്പൊ ഈ അയച്ചു കൊടുത്ത തെളിവുകൾ ഓന്റെ വാർത്തകളായിരുന്നു വീട്ടിലത് കാണിക്കാണ്ടില്ല. പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞു ഓന്റെ വൈഫ് ഇങ്ങനെയാണ് സംസാരിച്ചത്. അത് ഓളെ നായിക. പക്ഷെ അതിന്റെ ഈ പാത്തൂന്ന് അടിച്ച ഇത് ആയതാണ് നിതീഷ, അതൊന്ന് പറഞ്ഞോണ്ട. ഇത് ഫസലിന്റെ നമ്പർ ആണോ? അതെനിക്ക് പറഞ്ഞോണ്ട. അത് കറക്റ്റ് പറയണം. ആരാണ്? ഫസലാണോ? ഫസലാണോ? അല്ലെങ്കിൽ അതൊരു ക്ലാരിറ്റി എടുക്കണം. ഫസലാണോ വേറെ ആരെങ്കിലും ആണോ? ഒക്കെ പെരുന്തൽമണ്ണ കുറെ കോണ്ടാക്ട് ഉള്ളതാണ്. അത് പറയും വെറുതെ. അത് ഞാൻ ഈ ഫസലിന്റെ വാപ്പൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇതാരാണ് ഈ പാത്തൂന്ന് അടിച്ചത് ആരാണ്? ഫസലിന്റെ പുതിയ നമ്പറാ? ഓരോ വൈഫിനെ അറിയാം നമ്പർ? അല്ല, അത് വില സീക്രട്ട് റിലേഷൻ അല്ലേ ഈ പാത്തു ഉള്ളത്? ഫസലാണ്, ഉറപ്പാണ് ഫസലാണല്ലത്? ഓക്കെ. ഇതെന്താ നമ്പർ കാണാത്ത? നമ്പർ എങ്ങനെ എടുക്കാം? അങ്ങനെ നമ്പർ നോക്കി കാണിച്ചോണ്ടാ. എവിടെ എവിടെ നമ്പർ എവിടെ? നമ്മള് പിന്നെ ഇങ്ങനത്തെ ക്രിമിനൽ മൈൻഡ് ഇല്ലാത്തതിനെ കൊണ്ട് അറിയില്ല. പക്ഷെ എന്റെ കോണ്ടാക്റ്റിൽ നോക്കുമ്പോ പാത്തൂന്ന് എന്റെ കോണ്ടാക്ട് എടുക്കുക, ഒഴിവാക്ക് കോണ്ടാക്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ അറിയേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഓൻ ബുദ്ധിയുള്ളവനാണ്. പാത്തു അടി അതാണ്. അതിൽ താഴത്ത് വാട്സപ്പ് നിക്ക് നമ്പർ ഉണ്ടല്ലേ? 226. ഓക്കെ, വാട്സപ്പ് നിക്ക്. വാട്സപ്പ് നിക്കാൻ പറയുമ്പോ കോളല്ല, കട്ടാക്ക്. വാട്സാപ്പ്
ചാറ്റ് മെസ്സേജ് ഫസ്റ്റത്തെ യെസ്. ഓക്കെ. ആ എന്താണ് ഇങ്ങോട്ട് ക്യാമറക്ക് കാണിച്ചു പോവാവേ. എന്റെ ആ മുഖം കാണട്ടെ. താഴത്തേക്കാക്ക്. എന്റെ കൈ കൊണ്ടത് താഴത്തേക്കാക്ക മെസ്സേജ് ഒക്കെ. താഴത്തേക്കാക്കി മെസ്സേജ്. അയ്യോ മെല്ലെ മെല്ലെ ഇതില് കാണണ്ടേ വായിക്കണ്ടേ. ലൊക്കേഷൻ അയച്ചോട്ടില്ല. അത് എവിടെ ലൊക്കേഷനാ? ആ മെസ്സേജിന്റെ ഫോർവേഡ് ഈ അയച്ച വോയിസ്. മെല്ലെ മെല്ലെ ഈ അയച്ച എല്ലാ വോയിസിന്റെ ഒന്ന് ഫോർവേഡ് ചെയ്യും. മെല്ലെ താത്ത്. ആ അത് നിനക്ക് ഫോർവേഡ് ചെയ്യും. ഓക്കെ. ഇനി താഴത്തേക്ക് ഫോർവേഡ് ചെയ്യല്ലേ. താഴത്തേക്കാക്ക് അതും. മേലേക്ക് ലൊക്കേഷന്റെ താഴത്ത്. പിന്നെന്താ ഈ HIV ഒക്കെ അയച്ചു കൊടുത്തത്? തിരുവനന്തപുരം കൂടുതൽ HIV ഉണ്ട് പറഞ്ഞിട്ട്. തിരുവനന്തപുരം ഉള്ളതിനെ കൊണ്ടാ. ഓക്കെ സാരില്ലേ പോട്ടെ. പേടിയുണ്ടോ? ഫോർവേഡ് ചെയ്യും. ആരാണ്? സബി. സബി മോളെ. ഫോർവേഡ് ചെയ്യും. ഇന്ത്യയിലേക്ക് ഭ്രാന്തൻ. ഇതില് കാണട്ടോ അതെ. ഫോർവേഡ് ചെയ്യും. സബിനോട് വെയിറ്റ് ആക്ക്. എന്റെ അടുത്ത് വൺ ടൈം ആയിട്ട് ഡിലീറ്റ്. ഐ മീൻ എവരി വൺ അല്ല, ഡിലീറ്റ് അടിക്കും. എല്ലാം ഡിലീറ്റ് അടിക്കും. ഞാൻ പറഞ്ഞുതരാം. താഴത്ത് ഫോർമി മറ്റോള്. നീ സബിനെടുക്ക്. ഞാനാണ്. യെസ് അതങ്ങനെ നമ്മളെ ബന്ധം. സ്വന്തം ഭർത്താവിന്റെ പേര് സേവ് ചെയ്ത് വച്ചേക്കുന്നത് ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ട്. നല്ല ഭാര്യ. അങ്ങേരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമ്പോഴോ ആ പൈസ കാമുകന് കൊടുക്കുമ്പോഴോ ഇവൾക്ക് അങ്ങേരെ ഭ്രാന്തനായിരുന്നില്ല. ഫോണിലെല്ലാ മെസ്സേജും ഉണ്ട്. ഇതുവരെ ഞാൻ തീറ്റി പോറ്റി 43,000 പറ്റിച്ചു. തൊട്ടടുത്ത് ഇരിക്കുന്നു കേട്ടാ. ഇപ്പൊ ഫസലിന്റെ അടുത്തും 500, 1000 ഒക്കെ ആയിട്ട് ഇങ്ങനെ പറ്റിച്ചിരിക്കുന്ന. അപ്പൊ അതൊക്കെ ഇതിൽ വരും. ഫോണിന്റെ കയ്യിലാ. സബിത എനിക്ക് മെസ്സേജ് അയക്കില്ല. ഓക്കെ. 43,000 രൂപ അയാളെ കയ്യിൽ നിന്ന് പറ്റിച്ചു. ഇങ്ങനെ പിടിച്ചിരുത്തി സാവധാനം ഓരോന്നോരോന്നായിട്ട് ചോദിച്ചു മനസ്സിലാക്കുക. വേറെ വല്ലരും ആയിരുന്നെങ്കിൽ അടിച്ച് ചെവിക്കല്ല് പൊട്ടിച്ചിട്ട് വല്ല മൂലയ്ക്കും കൊണ്ടിരുത്തേനെ. കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. സാഹചര്യം കാരണം ഭാര്യ ചതിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളിനുണ്ടാവുന്ന റിയാക്ഷൻ, അല്ലെങ്കിൽ ഭർത്താവ് ചതിച്ചു എന്നറിയുമ്പം ഒരു പെണ്ണിനുണ്ടാവുന്ന റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. കിട്ടണം. ഇമാതിരി പണിയെടുക്കുന്ന അവൾക്കുമാർക്കൊക്കെ കിട്ടേണ്ടതിന്റെ ആവശ്യമുണ്ട്. സത്യം പോലും കേസ് കൊടുക്കും. സത്യം ഫോണിന്റെ കയ്യിലുണ്ടല്ലോ. സത്യം പോലെ പറയും. കൈയെടുക്ക്. എത്ര വട്ടം അവന്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്. എത്ര വട്ടം അവന്റെ കൂടെ പോയിക്കണം? അതിന് മുമ്പേ എനിക്ക് ഞാൻ വേണോ അതേ പറ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. വേണ്ട. അപ്പൊ ഞാന് പറഞ്ഞോ വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. വേണ്ട. ഓക്കെ. ഓനും വേണ്ട, ഞാനും വേണ്ട. ഇതുവരെ എന്നായിട്ട് റിലേഷൻ ആയിരുന്നു തുടങ്ങി. ആയിരുന്നോ? എന്റെ കയ്യിൽ നിന്ന് 40,000-43,000 വാങ്ങിനോ? എന്റെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയാ, എന്റെ ചെലവൊക്കെ നോക്കിയാ ആണോ? എത്ര വട്ടം എന്റെ കൂടെ കിടന്നു? പറ. ഈ പസലിന്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? നീ പേടിപ്പിച്ചിട്ട് പറയിക്കുന്നൊക്കെ പറയും. അതൊക്കെ എന്റെ കാര്യം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ. ഏത്? ഈ അന്ന് പോയ ചോദിച്ചാണോ? പിന്നെ ഏത് ലോഡ്ജ്? ഏത് ലോഡ്ജാണ്, എത്ര വട്ടം പോയി, എത്ര വട്ടം കിടന്നു എന്നൊക്കെ അന്വേഷിക്കേണ്ടി വരുന്ന ഒരു ഭർത്താവിന്റെ ആണെങ്കിലും റിലേഷനിൽ ഇരിക്കുന്ന ആളുടെ ആണെങ്കിലും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവരെ വിശ്വസിച്ച് കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് പൈസ അയച്ചു കൊടുക്കുന്നു. ഇവരെ നാട്ടില് വേറെ ബന്ധം ഉണ്ടാക്കി പോകുന്നു. ഏത് ലോഡ്ജ് പറയേ? പറയടി. ഇതുപോലെ കേസ് കൊടുക്കും. കാരണം ആ ഞൊണ്ടി സപ്പോർട്ടാണ്. പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വേണ്ടത് അങ്ങനെ അല്ല. ഇത് പറ.
എത്ര വട്ടം? എവിടെ വെച്ചിട്ട്? അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും. എങ്ങനെയാന്ന് പോയില്ല? യെസ് നോ? ഉറപ്പാണ്? ഉറപ്പാണ്? ഉറപ്പാണോ? എങ്ങനെയാന്ന് പോയിനോ ഇല്ലേ? പോയിക്കണോ ഇല്ലേ? പറയേ. മെഞ്ഞാന്ന് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂര്. ഏതിൽ ഓടിച്ചു? ഫോൺ കൊണ്ടുപോയതാ എന്നെ. ഏതിൽ ഓടിച്ചാൽ അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. ഓനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓന്റെ കൂട്ടുകാർ പറഞ്ഞ വോയിസ് എനിക്ക് കേട്ടില്ലേ? ഓന്റെ പണി ഏതാണെന്ന് കേട്ടില്ലേ? അല്ല നെക്സ്റ്റ് പണി നോക്കിയവനല്ലേ? എല്ലാ എവിഡൻസും തന്നില്ലേ? ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞ എന്താണ്? അല്ല തല്ലണ കേട്ടിട്ട് അവൻ പറഞ്ഞ എന്താണ്? ഈ ഉണ്ടാക്കി ചെയ്തോ? ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടി? എന്റെ 43,000 റുപ്യ 2 കൊല്ലത്തോളം ആവാനായില്ല അല്ലെ? നമ്മള് ഈ 2 കൊല്ലം എന്നെ കൂടെ ഒന്ന് ചതിച്ചു. കാല് കുടിക്കാൻ പറഞ്ഞതാണ് എന്നോട്. എനിക്ക് ഓനെ വേണോ ഈ പൊരിക്കാൻ. എന്നിട്ടും എന്റെ കൂട്ടുകാർക്ക് വിളിച്ചിങ്ങാണ്ട് ഓനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം. ഓന്റെ കൂടെ മെഞ്ഞാന്ന് പോയി കിടന്നിട്ടു അല്ലേ? അപ്പൊ ഇജ്ജ് പറയാം എനിക്ക് കാമത്തിന്റെ പ്രശ്നമാണ്. എന്താണ് എന്റെ പ്രശ്നം? പറ, ഇജ്ജെന്നെ പറ. എനിക്ക് എന്റെ പ്രശ്നം എന്താണ്? കാമാണോ? എന്റെ വീട്ടിൽ നിന്നൊക്കെ അടിച്ചു പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്? എല്ലാം അറിഞ്ഞിട്ട് തന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. അപ്പൊ എന്റെ പ്രശ്നം എന്താണ്? കാമം. പറയാനുള്ള പറയാനുള്ള അവസരങ്ങളാണിത്. ഹസ്ബൻഡിന്റെ കൂടെ സെക്സ് ചെയ്യാന്നില്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും, യാത്രയും അതാണ്. അതിൽ സെക്സും ഇതിനല്ലേ നമ്മള് പറയണത് വെടിയെന്ന്? ഇത് പറയും. ഇതുകൊണ്ട് നാട്ടിൽ എല്ലാവർക്കും കിട്ടും. കുട്ടിയുടെ കാണും. അന്ന് നീ തല്ലൂല. ശിവാന്റെ പറയുന്നുണ്ട് ഒരു രക്ഷയില്ല. കൂടെ ഒന്ന് ചതിക്കും പാലിക്കണം. എന്റെ FP തന്നെ അത് പോസ്റ്റ്. കൂടെ ഒന്ന് ചതിക്കും പാലിക്കാൻ ചോദിച്ച വേറെ ഓപ്ഷൻ ഇല്ല. അത് GB ഇപ്പൊ എത്ര പൈസ ഉണ്ട്? സത്യം പറയാൻ നോക്കും. പറയും. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഫസ്റ്റിൽ പൈസ നീ പുറത്തൊന്നുമില്ല. ഞാൻ ചെക്ക് ചെയ്യും. GB ഒക്കെ എല്ലാം ചെക്ക് ചെയ്യും. വീഡിയോ ഒക്കെ ചെക്ക് ചെയ്യും. പൈസ നീ അയച്ചാ പുറത്ത് വെച്ചിട്ടില്ല. തിരിച്ചു കൊടുത്താൽ പേജ് ഉണ്ടാവല്ലോ? ഉണ്ടാവില്ല? തിരിച്ചു കൊടുത്താൽ ഉണ്ടാവും. അയച്ചൊക്കെ എവിഡൻസ് ആണിത്. ഉണ്ടാവോ? പറയും. ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചുകൊണ്ട് മാത്രം ഇരുന്നതാണ്. ബ്ലാ ബ്ലാ ബ്ലാ. അയാളെ പറഞ്ഞാ മതി. ഇവളെ വീട്ടിൽ നിന്ന് ചാടിപ്പോയി, എന്നിട്ടും അങ്ങേരുടെ നല്ല മനസ്സുകൊണ്ട് അങ്ങേര് ഇവളെ സ്വീകരിച്ചു. ഞാൻ എപ്പോഴും പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഒരിക്കൽ വേലി ചാടിയ പശു വീണ്ടും ചാടുന്നോ, സംതിങ്. അത് തന്നെ ഇവിടെ. അയാളെ നല്ല മനസ്സുകൊണ്ട് സ്വീകരിച്ചു, എന്നിട്ട് ഇയാള് ഗൾഫിൽ പോയി പണിയെടുക്കുന്ന സമയത്ത് നാട്ടിൽ വീണ്ടും ചാടി. നല്ലതാ. അയാളുടെ ജീവിതം പോയി. അയാളുടെ ഫേസ് കാണിക്കാതെ നന്നായി. ഇനിയെങ്കിലും അങ്ങേർക്ക് വേറെ ജീവിതം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഇവളെയൊക്കെ സ്വീകരിച്ചിട്ട് ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങേർക്ക് വേറെ നല്ല ലൈഫ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഇവളെ പോലെയുള്ളവളെയൊക്കെ സ്വീകരിച്ചതിന്റെ പേരിൽ നശിച്ചു പോകാനുള്ളതൊന്നുമല്ല അയാളുടെ ജീവിതം. ശരി എന്നാ.